പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതുകൂടാതെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന്റെയും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെയും അഡീഷണൽ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുക്കുന്ന മെത്തേഡും വളരെ പ്രാധാന്യമുള്ളതാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ഇനിയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സസൈസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Anand and Biju commenced business as partners on 1st January 2013. Anand contributed rupees 60,000 and Biju contributed rupees 40,000 as their share of capital. Partners decided to share profit and losses in the ratio of 3:2. Biju was entitled to a salary of rupees 12,000 per annum. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ 1st January 2013 ആണ് ആനന്ദ് ആൻഡ് ബിജു ഒരു ബിസിനസ് തുടങ്ങുന്നത്. ആനന്ദ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 60,000ഉം ബിജുവിന്റെ കോൺട്രിബ്യൂഷൻ 40,000ഉം ആണ്. പാർട്ട്നേഴ്സ് ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ഷെയർ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ബിജു വാസ് എൻടൈറ്റിൽഡ് ടു എ സാലറി ഓഫ് rupees 12,000 per annum. ബിജുവിന്റെ സാലറിയുടെ കാര്യം പറയുന്നുണ്ട്. ബിജുവിന് ഒരു വർഷത്തില് 12,000 സാലറി കിട്ടുന്നുണ്ട്. Then partners are entitled to interest on their capital 5% per annum. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്. പെർസെന്റേജ് എത്രയാണ്? 5%. ക്യാപിറ്റലിന് 5% ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. The drawings of Anand and Biju for the year ending 31st December 2013 were rupees 10,000 and 8,000 respectively. അപ്പോൾ ബിജുവിന്റെ ആനന്ദിന്റെയും ഡ്രോയിങ്സ് പറയുന്നുണ്ട്. ഡ്രോയിങ്സ് എത്രയാണ്? 10,000ഉം 8,000 ആണ്. The profit of the firm after providing Biju's salaries and partners interest on capital was 15,000. ബിജുവിന്റെ സാലറിയും പാർട്ട്നേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൊടുത്തതിന് ശേഷം വരുന്ന പ്രോഫിറ്റ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോഫിറ്റ് ഇതാണ് നമ്മൾ പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ പ്രോഫിറ്റിന്റെ തുക ടോട്ടൽ നമുക്ക് തന്നിട്ടുള്ളത് 15,000 ആണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ച് നമ്മളിവിടെ എന്താണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയുന്നത്? ഡ്രോ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് അസ്യൂമിംഗ് ദാറ്റ് the capital accounts are maintained according to fluctuating capital method. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് fluctuating capital method അനുസരിച്ചിട്ടാണ്. നമുക്കറിയാം രണ്ട് ടൈപ്പ് capital methods ഉണ്ട്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് fluctuating capital മെത്തേഡും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് fluctuating capital method ആണ്. നമുക്കറിയാം fluctuating capital method അനുസരിച്ച് നമുക്ക് only one account, ഒരു അക്കൗണ്ട് മാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. ഓൺലി വൺ അക്കൗണ്ട്, അതായത് ഒരു അക്കൗണ്ട് മാത്രമാണ്. നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമുക്ക് രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ട് ആണ്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു ഒരു അക്കൗണ്ട് മാത്രം അതിൽ വരച്ചാൽ മതി. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് ആനന്ദ് ആൻഡ് ബിജു ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ട് വരച്ചപ്പോൾ നമ്മൾ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ രണ്ട് എമൗണ്ട് കോളം കൊടുത്തിട്ട് നമ്മൾ ആനന്ദ് ബിജു എന്ന് എഴുതിയിട്ട് വരച്ചത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഞാൻ ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാണ്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ആനന്ദ് ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് വരയ്ക്കാം. അതുപോലെ തന്നെ എന്താണ് ബിജുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടുകളായിട്ട് നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ചും കൂടി സമയം എളുപ്പത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഒറ്റ ക്യാപിറ്റൽ, അതായത് ഒരു ഫോർമാറ്റിൽ തന്നെ നമുക്ക് രണ്ട് എമൗണ്ട് കോളം കൊടുത്തിട്ട്, അതായത് ആനന്ദ് ബിജു എന്ന രണ്ട് പാർട്ട്നേഴ്സിന്റെ പേര് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും പ്രോബ്ലം ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വിധത്തിലൊന്ന് ചെയ്ത് നോക്കാം ഈ പ്രോബ്ലം. അപ്പൊ ആനന്ദ് ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യത്തെ
പാർട്ട്ണറുടെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ പേരാണ് ഇവിടെ എഴുതുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരം ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്, ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്. ദെൻ നമുക്ക് നോക്കാം. ഇനി ആദ്യം നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നത് നമുക്ക് എഴുതാം. 2013 ഫസ്റ്റ് ജനുവരിയിലാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റലിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതി? 60,000 ആണ് ആര് കൊണ്ടുവരുന്നത്? ആനന്ദ് കൊണ്ടുവരുന്നത്. ആനന്ദിന്റെ മാത്രം നമ്മളെ ഇൻഫർമേഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ ക്യാഷ് 60,000 എന്ന് എടുത്തു. ദെൻ ഇനി നമുക്ക് ആനന്ദിന്റെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണെന്ന് പറഞ്ഞു. ആനന്ദ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 60,000 ആണ്. 60,000 ഇൻറ്റു 5/100. 60,000 ഇൻറ്റു 5/100 അങ്ങനെ 3,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത്. December 31st ആണ് ഡേറ്റ് വരിക. അപ്പൊ നമ്മൾ അത് എഴുതി 3,000 എന്ന് എഴുതി. ദെൻ പിന്നെ ആനന്ദിന് വിഹിതമായിട്ട് വരുന്നത് 15,000 ആണ്. നമ്മൾ 3:2 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ കൊടുത്തിട്ടുണ്ട് 3:2. അപ്പൊ 15,000 നമ്മൾ ആനന്ദിന് കിട്ടുന്ന പോർഷൻ അല്ലെങ്കിൽ ആനന്ദിന്റെ വിഹിതം നമുക്ക് കണ്ടെത്തണം. 50,000 ഇൻറ്റു 15,000 ഇൻറ്റു 3/5. എങ്ങനെ 3/5 കിട്ടിയത്? 3 + 2 ആണ്. അങ്ങനെ 5. അപ്പൊ ആനന്ദിന്റെ പോർഷൻ എന്ന് പറയുന്നത് 3/3 ആണ് അല്ലെ? 3 ആണ്. അപ്പൊ അതുകൊണ്ട് 3/5 അങ്ങനെ നമുക്ക് 9,000 ആണ് അവിടെ കിട്ടുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ആനന്ദിന്റെ വിഹിതമായിട്ട് വരുന്നത് 9,000 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. നമുക്ക് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതാൻ ആയിട്ടുള്ള നമുക്കുള്ളത് ഡ്രോയിങ്സ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡ്രോയിങ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. Then the drawings of Anand and Biju for the year ending 31st December 2013 10,000 and 8,000. അപ്പോൾ ഇവിടെ വരുന്ന ഡ്രോയിങ്സ് ആനന്ദിന്റെ എത്രയാണ്? 10,000 ആണ് ഡ്രോയിങ്സ് എഴുതുന്നത്. 10,000 എഴുതി. ദെൻ വേറെ ഐറ്റംസ് ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ 60,000 3,000 9,000 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 72,000 ആണ്. അപ്പോൾ നമുക്ക് ഈ സൈഡാണ് ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഈ സൈഡിൽ ആകെ നമുക്ക് 10,000 മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് 72,000 നിന്ന് ഈ 10,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് 62,000 ആണ് ഇവിടെ എന്ത് വരുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത്. എത്രയാണ്? 62,000. അപ്പൊ നമുക്കറിയാം അത് ഡിസംബർ 31st ആണ്. ഡിസംബർ 31st ആണ് 2013 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് ഇടണം. അപ്പൊ നമുക്ക് വരുന്നത് എങ്ങനെയാണ് വരുന്നത്? 1st January 2014 ആണ്. നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് വരുമ്പോൾ 62,000 എന്ന് വരുന്നത്. 1st January 2014 നെക്സ്റ്റ് ഇയർ ആണ്. ഡിസംബറിൽ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്കാണ് വരിക. നെക്സ്റ്റ് മന്ത് ആണ് നമുക്ക് വരാറ്. ഇവിടെ ഡിസംബർ ആയതുകൊണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് മന്ത് വരുന്നത് എങ്ങനെയാണ്? ജനുവരി ആണ്. അതുകൊണ്ട് 2014 ആണ് വരിക. അപ്പോൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ 62,000 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ആനന്ദിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ഇനി ബിജൂസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് ബിജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ആനന്ദിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കണ്ടു കഴിഞ്ഞു. അതിൽ മറ്റൊന്ന് വരുന്നതാണ് ബിജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും കൂടി നമ്മൾ ഒറ്റ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് ആനന്ദിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ പോലെ തന്നെയാണ് ഇവിടെ വരിക. നമുക്ക് ആദ്യം ക്യാഷ് കൊണ്ടുവരുന്നത് ബിജു എത്ര ക്യാഷ് ആണ് കൊണ്ടുവരുന്നത്? ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത് 40,000 ആണ്. നമ്മൾ 40,000 എന്ന് എഴുതി. ഇവിടെ ബിജു സാലറി ബിജുവിന് കിട്ടുന്നുണ്ട് 12,000 per annum ആണ്. ബിജുവിന് കിട്ടുന്ന സാലറി 12,000 ആണ്. ആനന്ദിന് സാലറി കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതവിടെ കാണിച്ചിട്ടില്ല. പക്ഷെ ബിജുവിന് സാലറി കിട്ടുന്നുണ്ട്. ഒരു വർഷത്തിൽ 12,000 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഡിസംബർ 31st സാലറി 12,000 എന്ന് എഴുതി. ദെൻ ആനന്ദിന്റെ പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 5% ആണ്. ഇവിടെ ബിജു കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 40,000 ആയതുകൊണ്ട് 40,000 ഇൻറ്റു 5/100 അങ്ങനെയാണ് 2,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് പോകേണ്ട എമൗണ്ട് 15,000 ആണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള പ്രോഫിറ്റ്. അതിന്റെ 2/5 പോർഷൻ, അതായത് 3:2 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 2/5 15,000 ഇൻറ്റു
2/5 അങ്ങനെ 6,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ വരിക. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഡ്രോയിങ്സ് ആണ്. അതിൽ ബിജുവിന്റെ പോർഷൻ എന്ന് പറയുന്നത് 8,000 ആണ്. നമ്മൾ 8,000 എടുത്ത് എഴുതി. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 40,000, 12,000, 2,000, 6,000. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 60,000 ആണ് വരിക. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഇവിടെ ആകെ നമുക്കുള്ളത് 8,000 ആണ്. അപ്പോൾ നമുക്ക് ബാലൻസ് നോക്കാം. 60,000 മൈനസ് 8,000 നമുക്ക് വരുന്നത് 52,000 ആണ് ബാലൻസ് എമൗണ്ട് ആയിട്ട് വരുന്നത്. 52,000 ആണ് ബാലൻസ് എമൗണ്ട്. ആ ബാലൻസ് എമൗണ്ട് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക്, അതായത് ഇവിടെ നെക്സ്റ്റ് മന്തിലേക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1st January 2014 നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോട്ട് ഡൗൺ ചെയ്തിരുന്നു 52,000. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ മെത്തേഡുകളുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഇവിടെ നമുക്ക് ആകെ ഒരൊറ്റ അക്കൗണ്ടിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുക. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട്, രണ്ട് പാർട്ട്നേഴ്സിന്റെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ്. ഫോർമാറ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഒറ്റ ഫോർമാറ്റിൽ തന്നെ രണ്ട് പാർട്ട്നേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. Madhu and Somu started business in a partnership on 1st January 2014 with a capital of 25,000 and 50,000 respectively. Under the partnership agreement, Madhu was entitled to a salary of rupees 250 per month. ഇവിടെ നമുക്ക് രണ്ട് പാർട്ട്നേഴ്സ് ആണുള്ളത്, മധു ആൻഡ് സോമു. അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 25,000 50,000 ആണ്. കൂടാതെ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് പ്രകാരം മധുവിന് സാലറി കിട്ടുന്നത് 250 per month ആണ്. അപ്പോൾ ഒരു മാസത്തില് മധുവിന് കിട്ടുന്ന സാലറി 250 rupees ആണ്. അങ്ങനെ ഇൻറ്റു അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർഷത്തെ കാണാനായിട്ട് ഇൻറ്റു 12 ചെയ്യേണ്ടി വരും. ഇൻറ്റു 12 250 ഇൻറ്റു 12 ചെയ്യണം, എന്നാലാണ് നമുക്ക് ഒരു വർഷത്തെ സാലറി കിട്ടുക. ആൻഡ് ബോത്ത് പാർട്ട്നേഴ്സ് വർ എൻടൈറ്റിൽഡ് ടു 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. രണ്ട് പാർട്ട്നേഴ്സിനും കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 6% ആണ്. ഡ്യൂറിംഗ് ദ ഇയർ മധു ആൻഡ് സോമു വിഡ്രൂ 2,000 and 2,500 respectively. അപ്പോൾ ആ ഇയറിൽ മധുവും സോമും ഡ്രോയിങ്സ്, അതായത് വിഡ്രോ ചെയ്തിട്ടുണ്ട് എമൗണ്ട് എത്രയാണ്? 2,000 ഉം 2,500 ആണ്. ഓൺ വിച്ച് ഇൻട്രസ്റ്റ് പേയബിൾ ടു ദ ഫേം എമൗണ്ട് 200 and 250 റെസ്പെക്റ്റീവ്ലി. അതിനു വേണ്ടി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു കൊടുക്കുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ്, അതായത് ഈ ഡ്രോയിങ്സുമായി കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 200 ഉം 250 ആണ്. ഓൺ വിച്ച് ഇൻട്രസ്റ്റ് പേയബിൾ ടു ദ ഫേം, അതായത് ഫേമിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രോയിങ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് 200 ഉം 250 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡ്യൂറിംഗ് ദ ഇയർ ended 31st December 2014, then the firm earned net profit 6,000. ഫേമിന് 6,000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ശേഷം 6,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് ദ പാർട്ട്നേഴ്സ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 1:2. നമുക്ക് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് 1:2. അത് പ്രകാരമാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് അക്കൗണ്ട് വരയ്ക്കാനാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഫോർമാറ്റും കണ്ടു കഴിഞ്ഞതാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമ്മൾ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുക. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് പാർട്ട്നേഴ്സിന്റെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ഒരു ഒറ്റ ഫോർമാറ്റിൽ തന്നെയാണ് രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. രണ്ട് പാർട്ട്നേഴ്സിന്റെ ഒരുമിച്ചാണ് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് JF, രണ്ട് എമൗണ്ട് കോളം, അതായത് രണ്ട് എമൗണ്ട് കോളം എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ഇവിടെ മധു ആൻഡ് സോമു ആണ്. ദെൻ ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് JF മധു ആൻഡ് സോമു. നമുക്ക് ആദ്യം ക്യാപിറ്റൽ ആണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് മധുവിന്റെയും സോമുവിന്റെയും ക്യാപിറ്റല് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ
ബൈ ക്യാഷ് 25,000 50,000 ആണ്. 1st January 2014 ആണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ ടോട്ടൽ ചെയ്യുന്നു 25,000 50,000 ആണ് ടോട്ടൽ വരുന്നത്. അപ്പൊ നമുക്ക് അത് തന്നെയാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് ഇവിടെ വരിക. കാരണം വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത കാരണം 25,000 50,000 ആണ് എന്ത് വരുന്നത് ബാലൻസ് ഫിഗർ. അത് നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മളത് കാരി ഫോർവേഡ് ചെയ്തിരുന്നു. 1st January 2015 25,000 ആൻഡ് 50,000. ഇതാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ എന്ത് തയ്യാറാക്കണം എന്ന് പറഞ്ഞു, പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും. ഇനി വരുന്ന ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ എഴുതുന്നത് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നത് ഈ ക്യാപിറ്റൽ ഐറ്റം അതുപോലെ തന്നെ പെർമനന്റ് എന്തെങ്കിലും വിഡ്രോവൽസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് ചെയ്യാം. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഇവിടെ നമ്മൾ ക്യാഷ് അതായത് ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവന്നത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുവിന് എന്ത് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. 250 പെർ മന്ത് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു പെർ മന്ത് ആണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഇത് എപ്പോഴും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ പെർ എനം ആണോ പെർ മന്ത് ആണോ നോക്കണം. പെർ മന്ത് ആണെങ്കിൽ നമ്മൾ ഇൻറ്റു 12 ചെയ്യണം. പെർ എനം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എമൗണ്ട് എടുത്ത് എഴുതാം. അപ്പോൾ 250 ഇൻറ്റു 12. ഇവിടെ പെർ മന്ത് ആയതുകൊണ്ട് സാലറി 250 ഇൻറ്റു 12. അങ്ങനെ മധുവിന്റെ കോളത്തിൽ മാത്രമാണ് സാലറി വരുന്നത്. കാരണം മധുവിന് മാത്രമാണ് സാലറി കിട്ടുന്നത്. അപ്പോൾ 3,000 ആണ് മധുവിന് കിട്ടുന്ന സാലറി. 3,000 എന്ന് എഴുതി. ദെൻ പിന്നെ വരുന്ന ഐറ്റംസ് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, 6% ആണ്. അപ്പോൾ നമുക്ക് മധുവിന് കിട്ടുന്നത് ആദ്യം നോക്കാം. 25,000 ആണ് മധുവിന്റെ ക്യാപിറ്റൽ. 25,000 ഇൻറ്റു 6/100 അങ്ങനെ നമുക്ക് വരുന്നതാണ് 1,500. ദെൻ സോമുവിന് കിട്ടുന്നത് 50,000 ആണ്. 50,000 ഇൻറ്റു 6/100 അങ്ങനെ കിട്ടുന്നതാണ് 3,000. അപ്പോൾ 1,500ഉം 3,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. ദെൻ നോക്കാം ഇനി പ്രോഫിറ്റ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കഴിച്ചതിന് ശേഷം വരുന്ന പ്രോഫിറ്റ് 6,000 ആണെന്ന് പറഞ്ഞു. ഈ 6,000നെ നമ്മൾ 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 1/3 2/3 വരും. അങ്ങനെയാണ് 1/3 വരുന്നത്. 1 + 2 എത്രയാണ്, ടോട്ടൽ 3 ആണ്. അങ്ങനെ 1/3ഉം 2 ടോട്ടൽ എന്ന് പറയുന്നത് 3. അപ്പോൾ നമുക്ക് വരുന്ന പ്രോഫിറ്റ് ആദ്യം നമുക്ക് മധുവിന്റെ കാണാം. 6,000 ഇൻറ്റു 1/3. 3 വന്നത് 1 + 2 ആണ്. അപ്പോൾ 6,000 ഇൻറ്റു 1/3 നമുക്ക് വരുന്നത് 2,000. ഇതേയും നമുക്ക് ആരുടെ കണ്ടുപിടിക്കണം, സോമുവിന്റെ എത്രയാണ്, 6,000 ഇൻറ്റു 2/3 അങ്ങനെ വരുന്നതാണ് 4,000. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരിക. നമ്മൾ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6,500 ആണ് മധുവിന് കിട്ടുന്ന ടോട്ടൽ. സോമുവിന് കിട്ടുന്ന ടോട്ടൽ 7,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് ഒന്ന് വരാം. അവിടെ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് എത്രയാണ്, 2,000ഉം 2,500ഉം. നമ്മൾ നേരെ എടുത്ത് എഴുതി ഡ്രോയിങ്സ് 2,000ഉം 2,500ഉം. അതുകൂടാതെ നമുക്ക് ഐറ്റംസ് തന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് നമുക്ക് ഫേമിനെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഇവിടെ എത്രയാണ്, 200ഉം 250 ആണ്. 200ഉം അതുപോലെ തന്നെ 250 ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് തന്നിട്ടുള്ളത്. അത്രയും ഐറ്റംസ് നമ്മൾ എടുത്ത് എഴുതിയതിനു ശേഷം നമ്മൾ ബാലൻസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 6,500. ഇവിടെ ആയി വന്നിട്ടുള്ളത് 2,000ഉം പിന്നെ ഒരു 200 ആണ്. 2,200 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്നത് ഈ 6,500ൽ നിന്ന് 2,200 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 4,300 ആണ് ബാലൻസ്. ഓക്കെ, 4,300. ദെൻ ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്തപ്പോൾ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്, 7,000 ആണ്. 7,000ൽ നിന്ന് നമ്മൾ 2,500ഉം 250ഉം പ്ലസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 4,250. അപ്പൊ നമുക്ക് ബാലൻസിങ് ഫിഗർ നമുക്ക് കിട്ടി. എത്രയാണ്, 4,300ഉം അതുപോലെ തന്നെ 4,250ഉം. ടോട്ടൽ നമ്മൾ രണ്ട് സൈഡിലും എടുത്തെഴുതുന്നു. 6,500ഉം 7,000ഉം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
അപ്പൊ എല്ലാവർക്കും പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 പ്രോബ്ലംസ് ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ ഒരു പ്രോബ്ലം ചെയ്തു. അതിൽ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്ത മറ്റൊരു പ്രോബ്ലം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടായിരുന്നു. അതിൽ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമുക്കറിയാം നമുക്ക് 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നന്നായിട്ട് ഈ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടിയാണിത്. തിയറിക്കും ഇമ്പോർട്ടന്റ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ തിയറി ഭാഗങ്ങളും നന്നായി പഠിക്കുക, അതുപോലെ തന്നെ പ്രോബ്ലം പാർട്ടും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.